നമസ്കാരം. ഇവിടെ എത്തിച്ചേർന്ന എല്ലാ മാധ്യമ സുഹൃത്തുക്കൾക്കും ഒരു വലിയ നന്ദി. കേരളത്തിൽ എന്നല്ല, ലോകത്ത് എവിടെ തന്നെയാണെങ്കിലും ഒരു വ്യവസായം, പ്രത്യേകിച്ചൊരു കൺസ്യൂമറബിൾസ് അതിൽ റീറ്റെയിൽ ചെയ്യുന്നൊരു വ്യവസായം ഇത്രയും കാലയളവിൽ ഇത്രയും നന്നായി നടത്തിക്കൊണ്ടു പോകുക എന്ന് പറഞ്ഞാൽ അതിൻ്റെ പിന്നിൽ ഒരു വലിയ പ്രയത്നവും വലിയ ബിസിനസ് ആക്യുമെനും ഒക്കെ ഉണ്ട്. അപ്പോൾ അത് പട്ടാഭിരാമൻ സർ, അദ്ദേഹം കഷ്ടപ്പെട്ടുണ്ടാക്കിയ എംപയർ, അദ്ദേഹത്തിൻ്റെ 2 മക്കളും കൂടി ചേർന്ന് ഇത്രയും ഒരു വലിയ പ്രോളിഫറേറ്റ് ചെയ്ത് ഈ നിലയിൽ എത്തി നിൽക്കുമ്പോൾ ഏറ്റവും കൂടുതൽ അഭിമാനം തോന്നുന്ന ആൾക്കാരിൽ ഒരാൾ ഞാനാണ്. കാരണം 2011 മുതൽ തുടങ്ങിയ യാത്രയാണ് ഞാൻ കല്യാൺ സിൽക്സിൻ്റെ കൂടെ ബ്രാൻഡ് അംബാസഡറായിട്ട്. എപ്പോഴും ഈ ബ്രാൻഡ് അംബാസഡർ കോൺട്രാക്ട് പുതുക്കേണ്ട സമയമാകുമ്പോൾ എന്നെ പ്രകാശ് കാണാൻ വരും. പ്രകാശ് കാണാൻ വന്നിട്ട് വലിയ ബുദ്ധിമുട്ടിലാണ്, ഒന്നും നടക്കുന്നില്ല, എങ്ങനെയെങ്കിലും സഹായിക്കണം എന്ന് പറയും. അങ്ങനെ ഞാൻ വീണ്ടും ഒപ്പിട്ട് നമ്മൾ തമ്മിലൊരു ധാരണയായി കഴിയുമ്പോൾ ഒപ്പിട്ട സ്ഥിതിക്ക് 25-ാം തീയതി 2 ലക്ഷം സ്ക്വയർ ഫീറ്റിന്റെ ഒരു ഷോറൂം ഇനോഗ്രേഷനും 28-ാം തീയതി 1,10,000 സ്ക്വയർ ഫീറ്റിന്റെ ഒരു ഷോറൂം ഇനോഗ്രേഷനും ഉണ്ട് എന്നും പറയാറുണ്ട്. അതുകൊണ്ട് പ്രകാശിനും കല്യാൺ സിൽക്സിനും ഉണ്ടാകുന്ന ബുദ്ധിമുട്ട് നമുക്ക് എല്ലാവർക്കും ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് എന്റെ വാക്കുകൾ ഞാൻ ഉപസംഹരിക്കുന്നു. നന്ദി. ആടുജീവിതത്തിനെ പറ്റി 28-ാം തീയതി റിലീസാണ് ആടുജീവിതം എന്ന സിനിമ. എനിക്ക് തോന്നുന്നു ഞാൻ ഇപ്പൊ ഈ മറ്റ് സംസ്ഥാനങ്ങളിലും ഒക്കെ തന്നെ ഈ സിനിമയുടെ പ്രൊമോഷന്റെ ഭാഗമായിട്ട് ഇപ്പോൾ യാത്ര ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പക്ഷെ എനിക്ക് തോന്നുന്നു വേറെ എവിടെയും എത്ര തന്നെ പറയേണ്ടി വന്നാലും മലയാളികളോട് ആടുജീവിതം എന്ന പുസ്തകത്തെ പറ്റിയും ആ സിനിമയെ പറ്റിയും നജീബ് എന്ന വ്യക്തിയുടെ ജീവിതത്തെ പറ്റിയും പ്രത്യേകിച്ചൊന്നും പറയേണ്ട ആവശ്യമില്ല എന്നാണ് ഞാൻ കരുതുന്നത്. എന്നിരുന്നാലും ഈ ഞാൻ നേരത്തെ താഴെ പറഞ്ഞതുപോലെ എൻ്റെ ജീവിതത്തിലെ ഏറ്റവും ദൈർഘ്യമാർന്ന 2 പ്രൊഫഷണൽ കമ്മിറ്റ്മെന്റ്സ് ആണ്. ഒന്ന് കല്യാൺ സിൽക്സിനോടൊപ്പമുള്ള എൻ്റെ യാത്രയും, 2 ആടുജീവിതം എന്ന സിനിമയോടൊപ്പമുള്ള യാത്രയും. അപ്പൊ ആ കല്യാൺ സിൽക്സിനോടൊപ്പമുള്ള യാത്ര ഉടനെ എങ്ങും തീരുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ആടുജീവിതത്തിന് ഒപ്പമുള്ള യാത്ര മാർച്ച് 28-ാം തീയതി പര്യവസാനിക്കുകയാണ്. അതുകൊണ്ട് എല്ലാവരും തിയേറ്ററിൽ പോയി ആ സിനിമ കാണണം. അതിൽ ഞാൻ അഭിനയിച്ച സിനിമ അല്ലെങ്കിൽ ഞാൻ ഉൾപ്പെട്ട ഒരു സിനിമ അതായതുകൊണ്ട് ഞാനിത് പറയുമ്പോൾ ഒരു അഭംഗി ഉണ്ടാവും. പക്ഷെ എന്നിരുന്നാലും എനിക്ക് തോന്നുന്നു വല്ലപ്പോഴും ഒക്കെ ഒരു ഇൻഡസ്ട്രിയിൽ നിന്നുണ്ടാകുന്ന അത്തരം ഒരു പാഷൻ പ്രോജക്റ്റാണ്. ഒരു വലിയ ടീമിന്റെ 16 വർഷക്കാലത്തെ ഒരു വലിയ പ്രയത്നം, ഒരു പക്ഷേ നമ്മുടെ ഇൻഡസ്ട്രിയിലെ ഏറ്റവും വലിയ ബഡ്ജറ്റിൽ ഏറ്റവും വലിയ ക്യാൻവാസിൽ വരുന്നൊരു സിനിമ. എല്ലാവരുടെയും അനുഗ്രഹവും പ്രാർത്ഥനയും ആ സിനിമയ്ക്ക് ഇപ്പോൾ ഉണ്ടാവണം. നന്ദി, നമസ്കാരം, താങ്ക് യു.